മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ കെപ്കോ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുരുനാട് മേഖലയിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ 3500 കുടുംബിനികൾക്കാണ് 4 കോഴിക്കുഞ്ഞുങ്ങളെ വീതം സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായാണ് കുരുനാട് മേഖലയിലെ പഞ്ചായത്ത് വാർഡുകളിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തപ്പെട്ടത്. കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ സാബു അഗസ്റ്റിൻ, ലിസി ഇടയത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 4 കോഴിക്കുഞ്ഞുങ്ങളെയും 5 കിലോ കോഴിത്തീറ്റയും 25 രൂപയുടെ മരുന്നുമാണ് പദ്ധതിയുടെ ഭാഗമായി വീട്ടമ്മമാർക്ക് വിതരണം ചെയ്യുന്നത്. മുട്ട ഉൽപാദനത്തിൽ ഗ്രാമപഞ്ചായത്തിന് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യവുമായാണ് സംസ്ഥാനത്ത് തന്നെ 12 പഞ്ചായത്തുകളിൽ ആരംഭിച്ചിരിക്കുന്ന കെപ്കോ പദ്ധതി മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് നേടിയെടുത്തത്. മുട്ട ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ പദ്ധതിക്ക് കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ വ്യക്തമാക്കി. ഇന്ന് രണ്ടാം ഘട്ടമായിട്ടാണ് സഭ പറഞ്ഞതുപോലെ ഇന്ന് കുരുനാട്ട് ഈ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണം നടത്തുന്നത്. മൂന്നാം ഘട്ടം എന്ന നിലയിൽ 5 വാർഡുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മണ്ണക്കനാട്ട് ഈ വരുന്ന 22-ാം തീയതി ഇതിന് ഉദ്ഘാടനം നടക്കുകയാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അതിനെ പരിപാലിച്ച് നമ്മുടെ പഞ്ചായത്ത് മുട്ട ഉൽപാദന രംഗത്ത് 1ാം സ്ഥാനത്തെത്തുവാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ തരുന്ന 5 കിലോ തീറ്റയും ഒരു ചെറിയ ഒരു കുപ്പി വരുന്നുമുണ്ട്. അത് 1/2 ലിറ്റർ വെള്ളത്തിൽ ചെല്ലുമ്പോൾ തന്നെ അരയടപ്പ് മരുന്നും 1/2 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കണം. ചെല്ലുമ്പോഴേ കൊടുത്തില്ലെങ്കിൽ അതിന് മരുന്ന് ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് ലോഡായതാണ്. അതിന് ഭക്ഷണവും മരുന്നൊന്നും ചെന്നിട്ടില്ല. ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. അതുപോലെ തന്നെ കോഴിക്ക് തൂങ്ങലുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മഞ്ഞപ്പൊടി തരും. അത് നിങ്ങൾ കലക്കി കോഴിക്കുഞ്ഞിന് കൊടുക്കണം. എങ്കിലേ അത് ചാകാതെ മുന്നോട്ട് പോവുകയുള്ളൂ. 1-2 ദിവസം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. മറ്റു വാർഡുകൾ കൊടുത്തിരിക്കുന്ന നല്ല രീതിയിൽ ഒരു കുഞ്ഞിന് പോലും നഷ്ടമില്ലാതെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇപ്പം പശുത്പാദന രംഗത്ത് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് 1ാം നിലയിലേക്ക് എത്തുവാൻ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.